ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് പുലാവാണ് നോക്കാൻ പോണത്. നമുക്ക് നോൺ വെജ് ബിരിയാണിനേക്കാളും വളരെ ഉഗ്രൻ ടേസ്റ്റോടെ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി അരി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിളച്ച വെള്ളത്തിൽ സോയ ചങ്ക്സ് റെഡിയാക്കി വയ്ക്കാം. ഉപ്പിട്ട് നന്നായി അടച്ചു വയ്ക്കുന്നുണ്ട്. അത് അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. നമ്മളിനി മസാലേൻ്റെ ഇത് നോക്കാം. 2 പട്ട, കുറച്ച് ജീരകം, 2 ഏലക്കായ, പെരുംജീരകം, കുറച്ച് കുരുമുളക് എല്ലാം കൂടി നമുക്കവിടെ പൊടിച്ചു വയ്ക്കാനുള്ളതാണ്. ചങ്ക്സ് ഊറ്റിയെടുക്കാം വെള്ളത്തിൽ നിന്ന്. ബാസ്മതി അരി വേവിച്ചെടുക്കാം. ക്യാരറ്റ്, സവോള, പൊട്ടാറ്റോ, ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്കിനി ഇതിലേക്കുള്ള സോയ ചങ്ക്സിലേക്കുള്ള മസാല റെഡിയാക്കാം. മഞ്ഞൾ, മുളക്, പിന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില തൈരിൽ അരച്ച് ഒക്കെ മിക്സാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ പൊടിച്ചെടുക്കാം. നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞു, 3/4 വേവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് സവോള കട്ട് ചെയ്തത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി നേരം വഴറ്റിയതിന് ശേഷം സോയ ചങ്ക്സ് മസാല പെരക്കിയതൊക്കെ കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഗരം മസാലയും വേണം, നമ്മൾ പൊടിച്ച മസാലയും പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തൈര്, പൊട്ടാറ്റോവും കൂടി ഇട്ട് നന്നായി വഴറ്റാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചോറിൽ പകുതി ലെമൺ ജ്യൂസ് മിക്സ് ആക്കിയിട്ടാണ് ചോറ് ചേർക്കുന്നത്. ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല, മല്ലിയിലയും പുതിനയിലയും ക്യാപ്സിക്കവും കൂടി ചോറിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ചിട്ട് ചെറിയ തീയിലൊന്ന് ആവിയിലൊന്ന് കിടക്കട്ടെ. കുറച്ച് നേരം തീ തുറന്ന് നോക്കണ നമ്മുടെ സോയ ചങ്ക് പുലാവ് റെഡിയായി. ഒക്കെ മിക്സാക്കി കൊടുക്കാം. അടി തട്ടി ഇളക്കി ഒക്കെ ചേർക്കുന്നുണ്ട്. എല്ലാതും മിക്സാക്കി നമ്മുടെ സോയ ചങ്ക്സ് പുലാവ് റെഡിയായി. നമ്മൾ ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. സോയ ചങ്ക്സ് പുലാവ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു പുലാവാണ്. നോൺ വെജ് ബിരിയാണീൻ്റെ അത്ര തന്നെ വളരെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ താങ്ക്സ്. ഇനി പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.